ഹലോ ബച്ചോ, നമ്മളിവിടെ പറയുന്നത് രണ്ട് സഹോദരന്മാരുടെ സ്റ്റോറിയാണ്. ഛട്ട്പട്ട് ഓർ നട്ട്ഖട്ട്. രമേശ് ഉപാധ്യായാണ് ഈ കഹാനി രചിച്ചിരിക്കുന്നത്. കഥയിലേക്ക് കടക്കാം. ഏക് ഥാ ഛട്ട്പട്ട്, ഏക് ഥാ നട്ട്ഖട്ട്. ഒരാൾ ഛട്ട്പട്ടും ഒരാൾ നട്ട്ഖട്ടും. ഛട്ട്പട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഏക് ഥാ നട്ട്ഖട്ട് എന്ന് പറഞ്ഞാൽ നട്ട്ഖട്ട് വളരെ കുസൃതിയുള്ള കുറുമ്പനായ ഒരാളും. ജ്യേഷ്ഠനും അനിയനുമാണ്. ഇതിൽ ജ്യേഷ്ഠൻ ഛട്ട്പട്ടും അനിയൻ നട്ട്ഖട്ടുമാണ്. ഛട്ട്പട്ട് ബഡാ ഥ. ഛട്ട്പട്ട് മുതിർന്നയാളാണ്. നട്ട്ഖട്ട് ഛോട്ട. ബഡാ കേവൽ 2 സാൽ ബഡാ ഥ. മുതിർന്ന കുട്ടി 2 വയസ്സ് മൂത്തതാണ്. ഛോട്ട കേവൽ 2 സാൽ ഛോട്ട. ഇളയാള് ചെറിയവൻ 2 വയസ്സ് ഇളയതാണ്. ദോനോ സ്കൂൾ മേ പഠിത്തേ തേ. രണ്ടുപേരും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഛട്ട്പട്ട് 5वीं में, ഛട്ട്പട്ടോ 5th സ്റ്റാൻഡേർഡിൽ, നട്ട്ഖട്ട് 3री में, നട്ട്ഖട്ട് 3rd സ്റ്റാൻഡേർഡിൽ. ഘർ സേ ദോനോ ഭായ് സാത്ത് സാത്ത് സ്കൂൾ ജാത്തേ. വീട്ടിൽ നിന്ന് 2 സഹോദരന്മാരും ഒരുമിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഓർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ. അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. വേ ഏക് ഗാവ് മേ രഹത്തെ തേ. അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി. സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ല. ദൂർ ദൂസരെ ഗാവ് മേ ഥ. ദൂരെ മറ്റൊരു ഗ്രാമത്തിലാണ്. വഹാ തക് പേദൽ ജാന പഡ്താ ഥ. അവിടം വരെ അവർക്ക് കാൽനടയായിട്ട് പോകേണ്ടി വരും. ഓർ പേദൽ ഹി വാപ്പസ് ആന പഡ്താ ഥ. കാൽനടയായിട്ട് തന്നെയാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ജാത്തെ സമയ രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി തി. പോകുന്ന വഴിയിലെല്ലാം അവർക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുമായിരുന്നു, കാണാൻ സാധിക്കുമായിരുന്നു. പോക്കർ കുളം, ബർഗത്ത് ആൽമരം, ഖേത്ത് വയൽ, ബാഗ് തോട്ടം, നാല തോട് ഓർ നദി. വാപ്പസ് ആനെ പർ ബി രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി തി. തിരിച്ചു വരുമ്പോഴോ അതുപോലെ അവർക്ക് പല സംഭവങ്ങളും കിട്ടുമായിരുന്നു. നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗത്ത് ഓർ പോക്കർ. നദി, നാല തോട്, ബാഗ് തോട്ടം, ഖേത്ത് വയൽ, ബർഗത്ത് ആൽമരം ഓർ പോക്കർ കുളവും. ഛട്ട്പട്ട് തേസ് തേസ് ചൽത്താ ഥ. ഛട്ട്പട്ടോ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. നട്ട്ഖട്ട് ധീരെ ധീരെ. നട്ട്ഖട്ടോ വളരെ സ്ലോവിലാണ് നടക്കുന്നത്. ഛട്ട്പട്ട് ബർഗത്ത് തക് പहुंच ജാത്ത. ഛട്ട്പട്ട് ആൽമരത്തിൻ്റെ അവിടം വരെ എത്തുമ്പോൾ തബ് തക് അപ്പോഴേക്കും ആ നട്ട്ഖട്ട് പോക്കർ തക് ഹി പहुंचा ഹോത്ത. അപ്പോൾ നട്ട്ഖട്ട് കുളത്തിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഛട്ട്പട്ട് ബാഗ് തക് പहुंचा ജാത്ത. ഛട്ട്പട്ട് തോട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും തബ് തക് നട്ട്ഖട്ട് ഖേത്ത് തക് ഹി പहुंचा ഹോത്ത. അപ്പോഴേക്കും നട്ട്ഖട്ട് വയലിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഛട്ട്പട്ട് നദി തക് പहुंच ജാത്ത. ഛട്ട്പട്ട് നദിയുടെ അടുത്തെത്തുമ്പോഴേക്കും തബ് തക് നട്ട്ഖട്ട് നാലെ തക് ഹി പहुंचा ഹോത്ത. നട്ട്ഖട്ടോ തോടിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. മാക്കി ഹിദായത് ഥി കി. അമ്മയുടെ നിർദ്ദേശമാണ്. ഛട്ട്പട്ട് കോ ഛോട്ടെ ഭായ് കാ ധ്യാൻ രഖ്നാ ഹേ. ഛട്ട്പട്ടിനെ തൻ്റെ ഇളയ അനിയനെ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് അമ്മയുടെ നിർദ്ദേശമുണ്ട്. നട്ട്ഖട്ട് കോ അപ്നെ സാത്ത് ഹി രഖ്നാ ഹേ. കുസൃതി ആയതുകൊണ്ട് നട്ട്ഖട്ടിനെ എപ്പോഴും തൻ്റെ കൂടെ തന്നെ നിർത്തണമെന്ന് അമ്മ മൂത്തയാളോട് പറഞ്ഞിട്ടുണ്ട്. इसलिए छटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. അതുകൊണ്ട് ഛട്ട്പട്ടിനെ ആകെ നിക്കൽ ജാനെ പർ മുന്നോട്ട് പോകുന്തോറും പീച്ചെ മുട്കർ ദേഖ്ന പടുത്ത പുറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരും. ഉനെ നട്ട്ഖട്ട് കോ പുകാർ കർ ജൽദി ചലനെ കെ ലിയെ കഹ്നാ പടുത്ത. അവനെ നട്ട്ഖട്ടിനെ ഉറക്കെ വിളിച്ചുകൊണ്ട് വേഗം നടക്കാനായിട്ട് പറയേണ്ടതായിട്ട് വരും. ബാർ ബാർ രുക്കർ. എപ്പോഴും പലതവണ നിൽക്കേണ്ടതായിട്ട് വരും. നട്ട്ഖട്ട് കാ ഇന്തുസാർ കർനാ പടുത്ത. നട്ട്ഖട്ടിനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് नटखट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. कभी स्कूल जाने के लिए
ചില സമയങ്ങളിലെല്ലാം സ്കൂളിൽ പോകുമ്പോൾ വൈകുമ്പോൾ ദേരി ഹോത്തി ദേഗ്, വൈകുന്നത് കാണുമ്പോൾ എന്താണ്, നട്ട്ഖട്ടിൻ്റെ ഹാത്ത് പക്കഡ് കർ, നട്ട്ഖട്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അപ്നെ സാത്ത് ദൗഡാനാ ഭി പഡ്താ, തൻ്റെ കൂടെ ഓടിക്കേണ്ടതായിട്ടും വരാറുണ്ട്. ചട്പട്ട് പരേഷാൻ ഹോ ജാത്ത, ചട്പട്ടിന് ടെൻഷൻ വരും. ഓർ ഘർ ലൗട്ട് കർ മാസെ ഷിക്കായത് കർത്ത, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴെന്താ പറയണേ, മാസെ ഷിക്കായത് കർത്ത, അമ്മയുടെ അടുത്ത് പരാതി പറയും. മാ, അമ്മേ, ചോട്ട ബഹുത് പരേഷാൻ കർത്ത ഹേ, ഇളയാളെയാണ് ഈ ചോട്ട എന്ന് വിളിക്കുന്നത്. ചോട്ട എന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. ചോട്ട ഹേന, അപ്പം അമ്മ എന്തു പറയും, ചെറിയ കുട്ടിയല്ലേ. മാ മുസ്കുരാ ദേത്തി, അമ്മ പുഞ്ചിരിക്കും. ഓർ ബഡേക്ക് തോ ചോട്ടേക്ക ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ, മുതിർന്ന ആൾക്ക്, വലിയ കുട്ടിക്ക് എന്താണ്, എപ്പോഴും തൻ്റെ അനിയനെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ചട്പട്ട് ചുഞ്ചില്ലാത്ത, ചട്പട്ടിന് ദേഷ്യം വരും. പർ കുച്ച് കഹന പാത്ത, പക്ഷേ ഒന്നും തിരിച്ചു പറയില്ല. ബഡാ ഥാ, മൂത്തയാളല്ലേ. ചോട്ടേക്ക ധ്യാൻ തോ ഉസേ രഖ്നാ ഹി താ, ഇളയ ആളെ അവനെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ശ്രദ്ധിക്കണം. ഇളയ കുട്ടികളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ലേക്കിൻ ഉസേ ലഗ്താക്കി, പക്ഷെ അവന് തോന്നുകയാണ്, നട്ട്ഖട്ട് കുച്ച് ജ്യാദാ ഹി നട്ട്ഖട്ട് ഹേ, അവന് തോന്നുകയാണ്, ഇളയ ആൾ ഇത്തിരി കുറച്ച് കുസൃതി കൂടുതലല്ലേ. രാസ്ത ചലത്തെ രുക്കർ പോക്കർ കെ പാനി കെ അന്തർ കി മछलियाँ और पानी के ऊपर की बतखें देखने लगता है. രാസ്ത ചലത്തെ രുക്കർ, പോകുന്ന വഴിയിൽ നിന്നുകൊണ്ട്, പോക്കർക്ക് പാനിക്ക് അന്തർക്ക് മച്ചിലിയ, പോക്കറിൻ്റെ കുളത്തിലേക്കിൻ്റെ അകത്തിങ്ങനെ മത്സ്യങ്ങളിങ്ങനെ പോകുന്നതെല്ലാം അവൻ നോക്കിക്കൊണ്ടിരിക്കും. ഓർ പാനിക്ക് ഊപ്പർക്ക് ബത്തക്കെ, വെള്ളത്തിന് മുകളിലുള്ള താറാവുകളെയും നോക്കിക്കൊണ്ടേയിരിക്കും. ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡെ പക്കഡ്കർ ചൂൽനെ ലഗ്താ ഹേ, ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ടുള്ള ജഡെ, വേര്, പക്കഡ്കർ പിടിച്ചുകൊണ്ട്, ചൂൽനെ ലഗ്താ ഹേ, ആടാൻ തുടങ്ങും. ഖേത്ത് മേ ഘുസ്കർ ഖാനെ കി കോയി ചീസ് ഖോജ്നെ ലഗ്താ ഹേ, ഖേത്തിലേക്ക് കടന്നുകൊണ്ട് വല്ലതും കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. വയലിലൊക്കെ കടന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ബാഗ് സെ ഗുസർനെ പർ ആം യാ അമൃത് തോടനെ ലഗ്താ ഹേ, തോട്ടത്തിലൂടെ പോകുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, ആ ടൈമിൽ ആം യാ അമൃത്, മാങ്ങയോ പേരക്കയോ ഒക്കെ പറിക്കാൻ തുടങ്ങും. നാലേക്കോ ഉദർ സെ ഇധർ ഓർ ഇധർ സെ ഉദർ ചലാങ് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹേ, തോടിൻ്റെ ഇവിടെ നിന്ന് അപ്പുറത്തേക്കും അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്കും ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കാനായിട്ട് ഉള്ള കളി കളിച്ചുകൊണ്ടിരിക്കും. നദിക്ക് പുൽക്കോ, നദിയുടെ പുൽ, നദി പാലത്തിൽ, പുൽ എന്ന് പറഞ്ഞാൽ പാലം. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേക്ക് ബജായ്, നദിയുടെ കുറുകെയുള്ള പാലത്തിൽ കൂടി പെട്ടെന്ന് കടന്നു പോകുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്, ഉസ്കി മുണ്ടേർ സെ ടിക്കർ നീച്ചെ ബഹത്തി നദിക്കോ നിഹാർനെ ലഗ്താ ഹേ, ഉസ്കി മുണ്ടേർ, മുണ്ടേർ എന്ന് പറഞ്ഞാൽ കൈവരി, ആ കൈവരിയിൽ നിന്ന്, മുണ്ടേർ സെ ടിക്കർ, അവിടെ നിന്ന് എന്ത്, നീച്ചെ ബഹത്തി നദിക്കോ, താഴെ ഒഴുകിപ്പോകുന്ന നദിയെ നോക്കിക്കൊണ്ട് നിൽക്കും. ഏക് ദിൻ തോ നട്ട്ഖട്ടിനെ ഹദ് ഹി പാർ കർ ദി, ഒരു ദിവസം നട്ട്ഖട്ട് എന്താ, പരിധി ലംഘിച്ചു. ദോനോ ഭായ് സ്കൂൾ സെ ലോട്ട് രഹേ തെ, രണ്ടുപേരും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നദി കാ പുൽ ആയ, നദിയുടെ പാലമെത്തിയപ്പോഴോ, തോ നട്ട്ഖട്ട് പുൽ പർ ചട്നെ കെ ബജായ്, നട്ട്ഖട്ട് എന്താ ചെയ്തത്, പുൽ പർ ചട്നെ കെ ബജായ്, പാലത്തിലേക്ക് കയറുന്നതിന് പകരം നീച്ചെ ഉത്തർ ഗയ, താഴേക്ക് ഇറങ്ങി, ഉത്തർ ഗയ, താഴെ ഇറങ്ങി. ഓർ നദി കിനാരെ ജാ പഹുച്ച, നദിയുടെ തീരത്തേക്ക് എത്തി. बस्ते में पहले से बनाकर रखी हुई कागज़ की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. ബസ്തേ മേ പെഹ്ലെ സെ ബനാക്കർ റക്കി, ബാഗിൽ ആദ്യമേ തന്നെ തയ്യാറാക്കി വച്ചിട്ടുള്ള കാഗസ്, കടലാസ് കൊണ്ടുള്ള
കാഗസ് കി ദോ നാവേ, 2 തോണികൾ നിക്കാലി പുറത്തേക്കെടുത്തു. ഓർ ഏക് ഏക് കർക്കെ, എന്നിട്ട് ഓരോന്നും ബഹത്തെ പാനിമേ ചോടുതി, എന്നിട്ട് ഒഴുകുന്ന വെള്ളത്തിലേക്ക് വിട്ടു. നാവേ ബഹ് ചലി, നാവ് തോണി ഒഴുകിത്തുടങ്ങി. तो नटखट खुश होकर താലി ബജാനെ ലഗ, നട്ട്ഖട്ടോ സന്തോഷത്തോടുകൂടി, ഖുഷ് ഹോക്കർ വളരെ സന്തോഷത്തോടുകൂടി കൈയടിക്കാൻ തുടങ്ങി. ഉദർ പുൽ പർ പഹുഞ്ച് ചുക്കെ ചട്ട്പട്ടിനെ പീച്ചെ മുട്ട്കർ ദേക്ക, അപ്പോഴാണ് പാലത്തിൻ്റെ മുകളിലെത്തിയ ചട്ട്പട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴോ തോ നട്ട്ഖട്ട് നഹി ദിഖ, നട്ട്ഖട്ടിനെ കാണാനില്ല. ചട്ട്പട്ട് ഘബരാ ഗയ, ചട്ട്പട്ട് പേടിച്ചുപോയി, ഭയപ്പെട്ടുപോയി. ഈ നട്ട്ഖട്ട് കഹാ ഗയ, ഓ നട്ട്ഖട്ട് എവിടേക്ക് പോയി. താലി ബജനേക്ക് ആവാസ് സുൻകർ നീച്ചെ ദേക്ക, കൈയടിക്കുന്ന ശബ്ദം കേട്ട് താഴേക്ക് നോക്കി. തോ നട്ട്ഖട്ട് നീച്ചെ നദി കിനാരെ ഖടാ ദിഖ, അപ്പോഴാണ് നട്ട്ഖട്ട് എവിടെ, നദി കിനാരെ, നദിയുടെ തീരത്ത് ഖടാ ദിഖ, അവിടെ നിൽക്കുന്നത് കണ്ടു. ചട്ട്പട്ട് കോ ഉസ് പർ ബഡാ ഗുസ്സായ, ചട്ട്പട്ടിനോ അവനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സോർസെ ചില്ലാക്കർ പോല, വളരെ ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അരേ ചോട്ടെ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ, അവിടെ നീ താഴെ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നട്ട്ഖട്ടിനെ ചോക്കർ ഊപ്പർ ദേക്ക, നട്ട്ഖട്ട് ഞെട്ടിയിട്ട് ചോക്കർ ഞെട്ടിപ്പോയി. എന്നിട്ട് മുകളിലേക്ക് നോക്കി. ഊപ്പർ ദേക്ക ഓർ നദി കിനാരെ രഖ അപ്ന ബസ്ത ഉഠാനെ കേലിയെ ചുക്ക, അപ്പോഴാണ് നദി കിനാരെ, നദിയുടെ തീരത്ത് വച്ചിട്ടുള്ള ബസ്ത, ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞു. ചുക്ക അച്ചാനക്, പെട്ടെന്ന്, ഉസ്ക പാവ് ഭിസല, അവൻ്റെ കാല് എന്തായി, സ്ലിപ്പായിപ്പോയി. ഓർ വഹ് പാനിമേ ഗിർപട, അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു. പാനിക്ക ബഹാവ് തേസ് ത, വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ വേഗത്തിലായിരുന്നു, നല്ല സ്പീഡിലായിരുന്നു, നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഓർ നട്ട്ഖട്ട് കോ തേർന നഹി ആത്താ ഥാ, നട്ട്ഖട്ടിനാണെങ്കിലോ നീന്താനും അറിയില്ല. ചോട്ടാ സാഹിത്തോ ഥാ, ചെറിയതല്ലേ. ബഹ് ഗയ, ഒഴുകിപ്പോയി. ഡൂബ്തേ ഉത്തരാത്തെ ദൂർ ജാനെ ലഗ, മുങ്ങിയും പൊന്തിയും വളരെ ദൂരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചട്ട്പട്ട് കോ തേർന ആത്താ ഥാ, ചട്ട്പട്ടിനെ നീന്താൻ അറിയുമായിരുന്നു. ഉസ്നെ ഛഡ് അപ്ന ബസ്ത പീഠ് സെ ഉത്താർക്കർ പുൽക്കി മുണ്ടേർ പർ രഖ, അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ബാഗ് പീഠ് സെ, പുറത്തുനിന്ന് അഴിച്ചു വെച്ചിട്ട് പുൽക്കി മുണ്ടേർ പർ രഖ, ആ പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. ഓർ നദീമേ ഖൂദ് പട, അവൻ നദിയിലേക്ക് ഒറ്റ ചാട്ടം, വേഗം അങ്ങോട്ട് എടുത്ത് ചാടി. थोड़ी दूर तैरने के बाद, കുറച്ച് ദൂരം നീന്തി കഴിഞ്ഞപ്പോൾ, തേർനെ കെ ബാദ് ഹി ഉസ്നെ നട്ട്ഖട്ട് കോ പക്കട്ട് ലിയ, കുറച്ച് ദൂരം നീന്തി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എന്താണ്, നട്ട്ഖട്ടിനെ പിടിച്ചു. ഓർ കിനാരെ പർ ലേ ആയ, എന്നിട്ട് നദിയുടെ തീരത്തേക്ക് കൊണ്ടുവന്നു. ചട്ട്പട്ട് കോ ഇത്തനാ ഗുസ്സ ആ രഹാ താ കി നട്ട്ഖട്ട് കോ ദോ ഛാപ്പട്ട് ലഗായെ, അവനെ അത്രയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവനെ നട്ട്ഖട്ടിനെ 2 അടി കൊടുക്കാനായിട്ട്. പക്ഷേ നട്ട്ഖട്ട് ഇത്തനാ ഡരാ ഓർ ഘബരായ ഹുവാ താ കി ഉസേ ചോട്ടെ ഭായ് പർ പ്യാർ ആ ഗയ, നട്ട്ഖട്ടോ ഭയങ്കരമായിട്ട് എന്താണ്, പേടിച്ചിരിക്കുകയാണ്. ഡര ഓർ ഘബരായ, പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഉസേ ചോട്ടെ ഭായ് പർ പ്യാർ ആ ഗയ, അവനെ ആ പേടിച്ച് വിറച്ചിരിക്കണ കണ്ടപ്പോൾ അവനെ എന്തായി, അനിയനോട് ഭയങ്കര സ്നേഹം തോന്നി. ഉസ്നെ നട്ട്ഖട്ട് കാ ഹാത്ത് പക്കടെ, അവൻ നട്ട്ഖട്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉസ്ക ബസ്ത ഉഠായ, അവൻ്റെ ബാഗ് എടുത്തു. ഓർ പുൽ തക് പഹുഞ്ചാനെ വാലി, പാലത്തിൻ്റെ അവിടം വരെ എത്തുന്ന ചടായി ചട്നെ ലഗ, ആ കയറ്റം കയറാൻ തുടങ്ങി. പുൽ പർ പഹുഞ്ചാ ഹി താ, പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും നട്ട്ഖട്ട് അച്ചാനക് ഗലാ ഫാട്ട് കർ രോനെ ലഗ, നട്ട്ഖട്ടോ തൊണ്ട പൊട്ടി അലറി പെട്ടെന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ചട്ട്പട്ടിനെ കഹ, ചട്ട്പട്ട് പറഞ്ഞു, അബ് തോ തും ബഹ് ജാനെ സെ ബച്ച് ഗയേ ഹോ, നീ ഒഴുകിപ്പോകുന്നതിൽ നിന്ന് ഇപ്പം രക്ഷപ്പെട്ടില്ലേ. ഫിർ ക്യോ രോ രഹേ ഹോ, പിന്നെ എന്തിനാ കരയുന്നത്. നട്ട്ഖട്ടിനെ രോത്തെ കഹ, നട്ട്ഖട്ടിനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തും ഘർ ജാക്കർ മാ സെ മേരി ഷിക്കായത്ത് കരോഗെ,
നീ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മയുടെ അടുത്ത് എൻ്റെ കുറ്റങ്ങളെല്ലാം പറയില്ലേ, എന്നെപ്പറ്റി പരാതി പറയില്ലേ? അഗർ നാ കരൂത്തോ, അങ്ങനെ ഞാൻ പരാതി പറഞ്ഞില്ലെങ്കിലോ? തോ ജോ കഹോ, നിനക്ക് എന്താന്ന് വെച്ചാൽ പറ. നട്ട്ഖട്ട് കാ രോന ബന്ദ് ഹോ ഗയ, നട്ട്ഖട്ടിൻ്റെ കരച്ചിൽ നിന്നു. നട്ട്ഖട്ട് പറയാണ് ജ്യേഷ്ഠൻ്റെ അടുത്ത്, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം എന്ന മട്ടിൽ നട്ട്ഖട്ട് പറയാണ്. മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത. അപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ ചട്ട്പട്ട് പറയാണ്, മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത, എനിക്ക് കടലാസിൻ്റെ തോണി നിർമ്മിക്കാനായിട്ട് അറിയില്ല. തും സിക്കാ ദോഗേ, നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഹാ ഉസ്മേ ക്യാ ഹേ, ഹോ അതിനെന്താ. നട്ട്ഖട്ട് ഖുഷ് ഹോക്കർ പോല, നട്ട്ഖട്ട് ഹാപ്പിയായി വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഞാൻ ചെയ്തു തരാലോ. പർ മുझे തേർനാ നഹി ആത്ത, പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. തും സിക്കാ ദോഗേ, നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഹാ അതിനെന്താ, ചെയ്തു തരാലോ എന്ന മട്ടിൽ ഹാ. ഉസ്മേ ക്യാ ഹേ, അതിനെന്താ. झटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की और दोनों भाई हंस पड़े. ചട്ട്പട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നട്ട്ഖട്ടിൻ്റെ ശബ്ദത്തിൽ ആനയിച്ച് അതുപോലെ തന്നെ നട്ട്ഖട്ട് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ ചട്ട്പട്ടും പറഞ്ഞു. അത് കേട്ട് രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി. ലേക്കിൻ ചട്ട്പട്ട് ने नटखट का बस्ता उसे पकड़ाकर पुलकी मुंडे पर से अपना बस्ता उठाया. നട്ട്ഖട്ടിൻ്റെ ബാഗ് അവനെ പിടിപ്പിച്ചുകൊണ്ട് പക്കടാക്കർ പുൽക്കി മുണ്ടേർ पर से, പാലത്തിൻ്റെ കൈവേരിൽ നിന്ന് അവൻ അവൻ്റെ ബാഗ് എടുത്തു. ബസ്ത ഉഠായ. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല, ഒരു നിമിഷം പെട്ടെന്ന് എന്താണ് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, അരേ ചോട്ടേ, അനിയ, ഹം ദോനോ കെ കപടെ ഭീഗ് ഗയേ ഹേ, നമ്മുടെ രണ്ടുപേരുടെ ഡ്രസ്സാകെ നനഞ്ഞു വരികയല്ലേ. ഹമേ ഭീഗെ കപ്പടോ മേ ദേഖ് മാ പൂച്ചേങ്കി, നമ്മുടെ നനഞ്ഞ ഡ്രസ്സ് കണ്ട അമ്മ ചോദിക്കും, തോ ക്യാ കഹേങ്കേ, അപ്പോൾ നമ്മൾ എന്തു പറയും? ഹാ ബഡേ, ജ്യേഷ്ഠ. അബ് നട്ട്ഖട്ടിനെ ഏക് പൽ സോച്ച, പെട്ടെന്ന് എന്താണ് ഒരു നിമിഷം നട്ട്ഖട്ട് പെട്ടെന്ന് ചിന്തിച്ചു. ഓർ ബോല, എന്നിട്ട് പറഞ്ഞു, ആവോ വാ, ദോഡ് ലഗാത്തേ ഹെ, നമുക്ക് ഓട്ട മത്സരം നടത്താം. കപ്പടെ അപ്പനെ ആപ് സൂഖ് ചായെങ്കി, ഡ്രസ്സ് എപ്പോഴെന്താവും, തന്നെത്താൻ ഉണങ്ങിക്കോളും. ശരിയാണ്. ടീക്ക്, ഇത് ശരിയാണ്. ചട്ട്പട്ടിനെ അപ്ന ബസ്ത പീഠ് പർ ടാങ്തേ ഹുയെ കഹ, ചട്ട്പട്ട് എന്താണ് അവൻ്റെ ബാഗ് പുറത്ത് തൂക്കിയിട്ടിട്ട് പറഞ്ഞു. നട്ട്ഖട്ടിനെ ബി അപ്ന ബസ്ത പീഠ് പർ ടാങ് ലിയ ഓർ ചട്ട്പട്ട് കെ ബരാബർ ഖഡെ ഹോക്കർ ദോഡ് ശുരു കർനെ കെ അന്ദാസ് മേ ബോല. നട്ട്ഖട്ടും അവൻ്റെ ബാഗ് പുറത്ത് തൂക്കിയിട്ടുകൊണ്ട് ഓർ ചട്ട്പട്ട് കെ ബരാബർ ഖഡെ ഹോക്കർ, ചട്ട്പട്ടുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഓട്ടമത്സരം എങ്ങനെയാണോ തുടങ്ങുന്നത് അതേ രീതിയിൽ തന്നെ അവർ പറഞ്ഞു. 1 2 3 1 2 3, ദോനോ ദോഡ് പടേ, രണ്ടുപേരും ഓടിത്തുടങ്ങി. ആകെ പീച്ചെ നഹി, മുമ്പിലും പുറകിലായിട്ടല്ല. ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ സാത്ത് സാത്ത്, രണ്ടുപേരും കൈകൾ പിടിച്ച് ഒരുമിച്ച് ഓടാൻ തുടങ്ങി. സർദിയാം അഭി ശുരു നഹി ഹുയി തീ, തണുപ്പുകാലം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മോസം സാഫ് താ, കാലാവസ്ഥ നല്ല ക്ലീനായിരുന്നു. ഛട്കീലി ധൂപ്പ് നിക്കലി ഹുയി തീ, തിളങ്ങുന്ന വെയിൽ വരുന്നുണ്ടായിരുന്നു. ദോനോ ഭായ് മസേമേ ദോട്ടെ ചലേ ഗയേ, രണ്ട് സഹോദരന്മാരും കൂടിയും ആസ്വദിച്ച് ഓടിപ്പോയി. നാലാ പാർ കിയ, തോടും കടന്നു. ബാഗ് പാർ കിയ, തോട്ടവും കടന്നു. ഖേത് പാർ കിയ, വയലും കടന്നു. ബർഗത് കോ ഭി പീച്ചെ ഛോഡ് ദിയ, ആൽമരത്തിനെയും അവർ പിന്നിലാക്കി. ലേക്കിൻ പോക്കർ തക് പहुँचते पहुँचते दोनों थक गए और रुक गए. കുളത്തിൻ്റെ അരികിലെത്തിയപ്പോഴെന്തായി, പहुँचते അതിൻ്റെ അരികിലടുത്തേക്ക് എത്തിയപ്പോഴേക്കും ദോനോ थक गए, രണ്ടുപേരും ക്ഷീണിച്ചു. ഓർ रुक गए, എന്നിട്ട് അവർ നിന്നു. കപ്പടെ സൂഖ് ഗയേ ചോട്ടേ, ഡ്രസ്സെല്ലാം ഉണങ്ങി അനിയ. ചട്ട്പട്ടിനെ ഹാഫ്തെ ഹുയെ ലേക്കിൻ ഖുഷ് ഹോത്തെ ഹുയെ കഹ, ചട്ട്പട്ട് എന്താണ് കിതച്ചുകൊണ്ടും പക്ഷേ
സന്തോഷത്തോടു കൂടിയും പറഞ്ഞു. ഹാ ബഡേ, ആ ജ്യേഷ്ഠ, വാക്കൈ ശരിക്കും, കപ്പടെ തോ സൂഖ് ഗയേ, ഡ്രസ്സെല്ലാം ഉണങ്ങിയല്ലോ. നട്ട്ഖട്ട് ബി ഖുഷ് ഹോക്കർ കഹ, നട്ട്ഖട്ടും വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു. തബി നട്ട്ഖട്ട് കോ പോക്കർ കിനാരെ ഏക് ചിക്നി ഖിട്ടി ദിക്കായി പടി. അപ്പോഴാണ് നട്ട്ഖട്ടിനെ കുളത്തിൻ്റെ തീരത്ത് നിന്ന് നല്ല മിനുസമുള്ള ഒരു കല്ല് കിട്ടിയത്. ദിക്കായി പടി, അവൻ കണ്ടു. നട്ട്ഖട്ടിനെ ഉസേ ഉഠാലിയ, നട്ട്ഖട്ട് അത് എടുത്തു, ആ കല്ലെടുത്തു. ഓർ തീർച്ചേ ഹോക്കർ ഉസേ ഇസ് തരഫ് ഫേക്കാ കി ഗിട്ടി പാനി കി സतह पर उछलती हुई दूर तक चली गई. ഓർ തീർച്ചേ ഹോക്കർ, അവർ തിരിഞ്ഞെന്താണ്, ഉസേ ഇസ് തരഫ് ഫേക്കാക്കി, അവനെ ഇപ്രകാരം അറിഞ്ഞു. എങ്ങനെയാണ് അറിഞ്ഞത്? കിട്ടി പാനിക്ക് സतह पर, കല്ല് പാനിയുടെ ഉപരിതലത്തിൽ കൂടി ഉച്ചൽത്തേ ഹുയി കുതിച്ചു ചാടി ദൂർ ദൂർ തക് ചലി ഗയി, അതെന്താണ്, വളരെ ദൂരത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു, ഇങ്ങനെ കുതിച്ചു ചാടി പോയിക്കൊണ്ടേയിരുന്നു. ദേഖാ ദേഖി, ഒന്നും നോക്കാതെ ചട്ട്പട്ടിനെ ബി എക് ഗിട്ടി ഉഠാക്കർ ഫേക് ദി, ചട്ട്പട്ടും എന്താണ്, ഒരു കല്ലെടുത്തുകൊണ്ട് എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏക്ദം പാനി മേ ഗുഡുപ് ഹോ ഗയി, അവൻ്റെ കല്ലെന്താണ്, ചട്ട്പട്ടിൻ്റെ കല്ല് പൂർണ്ണമായും പാനി മേ ഗുഡുപ് ഹോ ഗയി, മുങ്ങിപ്പോയി. ബഡേ, ജ്യേഷ്ഠ, തുംകോ ഗിട്ടി പേരാനാ നഹി ആത്ത, നിനക്ക് ഗിട്ടി കല്ലെറിയാൻ അറിയില്ലേ? ഹാ ചോട്ടെ, തും സിക്കാ സക്തേ ഹോ, നിനക്ക് എനിക്ക് പഠിപ്പിച്ചൊന്ന് തരാൻ പറ്റുമോ? ക്യോ നഹി, എന്തുകൊണ്ട് പറ്റില്ല? അബീലോ, ഇപ്പോൾ തന്നെ ആവട്ടെ. നട്ട്ഖട്ട് ധ്യാൻ സെ നീച്ചെ ദേക്കർ എക് ഗിട്ടി ഉഠായി ഓർ ചട്ട്പട്ട് കോ ദിഖാത്തെ ഹുയെ ബോല. നട്ട്ഖട്ട് എന്ത് ചെയ്ത്, ശ്രദ്ധിച്ച് ഒരു താഴെ കുനിഞ്ഞ് നോക്കി ഒരു നല്ലൊരു കല്ലെടുത്തു. ഉഠായി ഓർ ചട്ട്പട്ട് കോ ദിഖാത്തെ ഹുയെ ബോല, ചട്ട്പട്ടിനെ കാണിച്ചു. ദിഖാത്തെ ഹുയെ ബോല, എന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഖിട്ടി ഏസി ലോ, ഖിട്ടി എങ്ങനത്തെ എടുക്കണം, ജോ ജ്യാദാ ഭാരി ഓർ ഖുർദുരി ന ഹോ, നല്ല വെയിറ്റ് ഉള്ളതോ പരുപരുത്തതോ ആവാൻ പാടില്ല. ഹൽക്കി ഓർ ചിക്കിനി ഹോ, ലെസ് വെയിറ്റ് ഉള്ളതും സ്മൂത്തായതും ആയിരിക്കണം. ഓർ ഉസേ ഇസ് തരഫ് ഫേക്കോ, അതിനെങ്ങനെയാണ് അറിയേണ്ടത്, ഇങ്ങനെ അറിയണം. ലേക്കിൻ, അപ്പോഴേക്കും എന്താണ്, അബ് തക് ചട്ട്പട്ട് കാ ധ്യാൻ ഭട്ട് ചുക്കാ താ, അപ്പോഴേക്കും എന്തായി, ചട്ട്പട്ടിൻ്റെ ശ്രദ്ധ മാറിയിരുന്നു. വഹ് പോക്കർ കെ പാനി പർ തൈർത്തി ബത്തഖോं को ध्यान से देख रहा था, അവൻ കുളത്തിലെ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന താറാവുകളെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരുന്നു. അത്ര നാളും മറ്റുള്ള ഒന്നും ശ്രദ്ധിക്കാതെ വളരെ ധൃതിയിൽ എല്ലാം നടന്നുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം എന്തായി, അനിയനെ പോലെ തന്നെ ഇപ്പം എല്ലാം ശ്രദ്ധിച്ചും എല്ലാം നോക്കിത്തുടങ്ങി. ജ്യേഷ്ഠനും, രണ്ട് സഹോദരന്മാരുടെ കഥയാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്.